രാഷ്ട്രീയത്തിലുള്ള ശത്രുക്കളുണ്ടല്ലോ, അവിടെ പിറ്റു ബിജു, പൂരാടം, ശശി, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അവരാരെങ്കിലും ചെയ്യുവോ? ചേട്ടാ, മറ്റേ കൊടുങ്ങവളിലെ മറ്റേ ഗിരീഷ് ഇല്ലേ, അയാളുടെ കൊച്ചിന് അഡ്മിഷൻ ഒന്നും കൊണ്ട് കുറച്ച് പൈസ വാങ്ങിച്ചില്ലായിരുന്ന? അഡ്മിഷൻ ശരിയാക്കി കൊടുത്തില്ലല്ലോ. അയാളെങ്ങാനും ആയിരിക്കും. ഗിരീഷിനോട് ഞാൻ മാപ്പ് പറഞ്ഞു, ഒന്നല്ല 3 വട്ടം പറഞ്ഞു. അവനോട് ക്ഷമിക്കുകയും ചെയ്ത്. നോക്കി, അന്ന് മക്കള് ഡൽഹിയിൽ പോയില്ലേ, അന്ന് നിങ്ങളുടെ പാർട്ടിന്ന് അവിടെ നിന്ന് എങ്ങാനും കൈയിട്ട് വാരിയായിരുന്നു. അങ്ങനെ കൈയിട്ട് വാരിയെങ്കിൽ ആക്രാന്തിച്ചാണെങ്കിൽ ആളെ വിടും. നിന്നാണ് മുത്താണ് ഞാൻ കൈയിട്ട് വാരി, പക്ഷെ പിന്നെ തിരിച്ചെടുത്തില്ല. അപ്പൊ ഉറപ്പ് മുടി വളരാൻ വേണ്ടി കുശാൽ കേശം പിടിച്ചു വരട്ടി തകര രോമം പൊഴിഞ്ഞ ശത്രുത ആരോ. അതാരാനാണ് സാധ്യത? കാരണം എനിക്ക് നല്ലോണം മുടി കൊഴിഞ്ഞായിരുന്നു. എന്റെ പോയായിരുന്നു. മച്ചമ്പി വിഷമിക്കണ്ട. മച്ചമ്പി മരിക്കണം, എന്റെ ദേഹത്ത് മണ്ണ് വീഴണം. അല്ല, എന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണിട്ടാലും മച്ചമ്പിക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അനിയനെ ഞാനിവിടെ ഉണ്ട്. എന്തോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മുത്തിനെ തക്കളൂര് ഞാനിവിടെ ഇല്ലേ ക്ലീറ്റോ? ഞാനും ഇല്ലേ ക്ലീറ്റോ ചേട്ടാ? സ്നേഹത്തിന് മുന്നിൽ ഞാനും ചേച്ചിയൊക്കെ ദുർബലങ്ങളാണ്. നിങ്ങളെല്ലാരും കരച്ചിലൊന്നും നിർത്തും. ഞാൻ ഈ നിമിഷം ഇറങ്ങുക. നമ്മുടെ വീട്ടുപടിക്ക് ഈ റീത്ത് കൊണ്ടുവന്നവൻ ആരാണെന്ന് തെരഞ്ഞു പിടിച്ച് കണ്ട് അവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് സോൾവ് ചെയ്യാതെ ഇവിടെ വരത്തില്ല. എങ്ങനെയും ഞാൻ തിരിച്ചു വന്നില്ല. ഇത് സോൾവ് ആയില്ലെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. എന്നാലും ഇത്രയും നേരമായിട്ട് ഈ ഒരു കാര്യം എന്നോട് പറയാൻ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ. അമ്മയ്ക്ക് ഇപ്പൊ അമ്മേനോട് പറയാത്തതാണ് വലിയ പ്രശ്നം. അല്ലെങ്കിൽ എന്നെ ആർക്കും ഇവിടെ ഒരു വിലയും ഇല്ല. ആ വിലയില്ലെങ്കിൽ അങ്ങനെ ആരോ വാതിലിൽ മുട്ടുന്നു. ആരുമില്ല ഡാഡി, പേടിച്ചിട്ട് അതൊക്കെ തോന്നണ. ഫ്രണ്ട് ഡോർ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പൂട്ടിയിട്ട് അകത്ത് കയറി ബാക്ക് ഡോർ അകത്തുനിന്നും പൂട്ടി. ഇനി ആരും വരാനില്ല. ഇനി അഥവാ വന്ന പേരില്ലേ? പൂട്ടി ഡാഡി, പൂട്ടി. എന്റെ ദൈവമേ, നെഞ്ചിടിക്കണ ഇടുപ്പ്. ക്ലീറ്റോ ചേട്ടാ, ആദ്യം മനസ്സിനൊരു ധൈര്യം കൊടുക്ക്. അത് തന്നെ ഇങ്ങനെ തൊട്ടാവാടിയായി എന്താ ചെയ്യണേ? നിങ്ങൾക്കെല്ലാം പറയാം അത്രയും ശത്രുതയുള്ള ആരോ ആണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ റീത്തൊക്കെ കൊണ്ടുവന്നു വീട്ടിന്റെ എണ്ണപ്പെട്ടെന്നെല്ലാം പറഞ്ഞു. എന്താ? എനിക്ക് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞു കുമ്പസരിക്കണം, എന്നിട്ട് കുരിശുമല കയറണം. കണ്ടാ, ദൈവവിളിയാണിത്. ഇതേ പെട്ടെന്ന് റെഡിയാക്കി നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ട് കുമ്പസാരിക്കാം. എഴുന്നേക്കും. നിനക്ക് തലയ്ക്ക് വെളിവില്ലല്ലേ? എന്താ? ഞാൻ പള്ളിയിലൊക്കെ ഇറങ്ങിപ്പോ എന്നെ വെടി വെച്ച് കൊല്ലൂലേ? എനിക്ക് ഇവിടെ ഇരുന്ന് കുമ്പസരിച്ചാ മതി. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറയണം. എന്നാ എന്നോട് പറ. എനിക്ക് ഞാൻ ലില്ലി മോളോട് പറഞ്ഞോളാം. അത് മതി. ഇനിയും നമുക്ക് കുടുംബമായിട്ട് ജീവിക്കേണ്ടതല്ലേ? എന്ത് ജീവിതം? എന്റെ ജീവിതം എല്ലാം കഴിച്ചില്ലേ? അയ്യോ, ആരാ പൊട്ടത്? ആരും വല്ല വല്ല പൂച്ചയായിരിക്കും. പൂച്ച എത്ര ശബ്ദത്തിൽ പൊട്ടു. അയ്യോ, ഡാഡി പേടിക്കല്ലേ ഇന്ന്? ഇങ്ങനെ പേടിച്ചല്ല നോക്കി തുറക്കാം. ആരായാലും തുറക്കാതെ വിളി.